Hi all, welcome to another video of Business Economics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സപ്ലൈനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ലോ ഓഫ് സപ്ലൈ എന്താണ്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓൺ സപ്ലൈ കർവ്, ഷിഫ്റ്റ്സ് ഇൻ സപ്ലൈ കർവ്, ദെൻ പ്രൈസ് മെക്കാനിസം. ഇത്ര ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിമാൻഡിനെ കുറിച്ചിട്ടായിരുന്നു. ആ ക്ലാസ് കേൾക്കാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് സപ്ലൈ നോക്കാം. സപ്ലൈ മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി എ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡ്യൂസർ എത്രത്തോളം വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, വില്ലിംഗ് ആവുന്നുണ്ട് എന്നാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സപ്ലൈനെ കുറിച്ച് പറയുമ്പം എപ്പോഴും നമ്മളൊരു സപ്ലയറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഡിമാൻഡിൻ്റെ കേസിൽ നമ്മളൊരു കൺസ്യൂമറായിട്ട് ചിന്തിക്കും, സപ്ലൈയുടെ കേസിൽ നമ്മളൊരു പ്രൊഡ്യൂസറായിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഒരു പ്രൊഡ്യൂസർ അയാളുടെ പ്രൊഡക്ട്സ് എത്രത്തോളം വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്നും കൂടെ പറയും. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് എന്തായാലും സപ്ലൈനെ എഫക്റ്റ് ചെയ്യും അല്ലേ? എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? ദാറ്റ് ഈസ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ കൂടുതലായിട്ട് വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ കൂടും. എന്നാൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറവാണ്, മാർക്കറ്റിൽ അതിന് തീരെ പ്രൈസ് ഇല്ല എങ്കിൽ ആ പ്രൊഡ്യൂസർ അത് അധികം വിൽക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ പ്രൈസ് കൂടുമ്പം സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ഇതാണ് പ്രൈസ് എങ്ങനെയാണ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് അനദർ ഫാക്ടർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊഡ്യൂസർക്ക് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആകെ ചെലവ് അല്ലേ, ടോട്ടൽ കോസ്റ്റ്, അതിനാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെഷീനറീസിൻ്റെ എക്സ്പെൻസസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ എക്സ്പെൻസസും കൂടെ കൂട്ടി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കുറവായിരിക്കും. നേരെ തിരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണ്, ചീപ്പായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ അത് കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആവും. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സപ്ലൈ കുറയും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ സപ്ലൈ കൂടും. നെക്സ്റ്റ് ഒന്നാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് ഒരു കമ്മോഡിറ്റിയോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്മോഡിറ്റി. സപ്ലൈയുടെ കേസിൽ കൂടുതലായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്ക് പകരമായിട്ട് നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ടീ ആൻഡ് കോഫി ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഇഫ് ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഗോസ് അപ്പ്, ദ പ്രൊഡ്യൂസർ വിൽ ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റി. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റൊരു പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാം, എന്താ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്, ആൾക്കാർ കൂടുതൽ വാങ്ങും. സപ്ലൈ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ കൂടുതൽ വാങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? സപ്ലയർ ആ കമ്മോഡിറ്റി കൂടുതലായിട്ട് സപ്ലൈ ചെയ്യും. സോ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കൂട്ടും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഈ കമ്മോഡിറ്റിയുടെ സപ്ലൈയും കുറയും. ഓക്കെ, അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നെക്സ്റ്റ് ഒന്നാണ് ടെക്നോളജി. ഓക്കെ, ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്, അതിനെയാണ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള ടെക്നോളജിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി നടക്കുവാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പ്രൊഡക്ഷൻ്റെ കോസ്റ്റൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അവൈലബിൾ ആണെങ്കിൽ അത് റിസൾട്ട് ചെയ്യുക ഇൻക്രീസ് ഇൻ സപ്ലൈയിലായിരിക്കും, സപ്ലൈ കൂടും. അനദർ ഫാക്ടറാണ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു പ്രൊഡ്യൂസറുടെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് ഉണ്ടാവാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സോ അത് സപ്ലൈനെ എഫക്റ്റ് ചെയ്യും.
ഇഫ് ദ ഗവൺമെൻറ് ഇമ്പോസസ് ഹെവി ടാക്സ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഇറ്റ് സപ്ലൈ വിൽ ഡിക്രീസ്. ഒരു ഗവൺമെൻറ് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ടാക്സുകളൊക്കെ കൂട്ടി ഹെവി ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സപ്ലൈ കുറയും. അതേസമയം ഗവൺമെൻറ് കുറേ ടാക്സ് കൺസെഷൻസ്, കുറേ അഡ്വാൻറ്റേജസ് ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കൂടും. സോ ഗവൺമെൻറ് പോളിസികൾ മാറുന്നതിനനുസരിച്ചിട്ട് സപ്ലൈയിലും വ്യത്യാസം വരും. അനദർ ഫാക്ടറാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഡെവലപ്ഡ് ആണ് അല്ല എന്ന് നോക്കിയിട്ടും പ്രൊഡക്റ്റിൻ്റെ സപ്ലൈനെ അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നല്ല എന്താ പറയുക, ഏറ്റവും അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഏരിയയിൽ സപ്ലൈ കൂടുതലാണ്, ഇവിടെ ഇത്രയും സപ്ലൈയുടെ ആവശ്യമില്ല, ആൾക്കാർ അതിനനുസരിച്ച് വാങ്ങാനില്ല എന്ന് കണ്ടാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഏരിയ മാറ്റി പിടിക്കാം അല്ലേ, ഏരിയ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഈസി ആയിട്ട് അവരുടെ സപ്ലൈ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒന്നാണ് പ്രൈസ് എക്സ്പെക്റ്റേഷൻ. പ്രൈസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രൈസിന് എന്ത് സംഭവിക്കുമെന്ന് പ്രൊഡ്യൂസർ ഇപ്പോഴേ എന്താ പറയുക അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം പ്രൊഡ്യൂസർ ഫ്യൂച്ചറിലൊരു പ്രൈസ് റൈസ് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തിൽ എൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ ആ പ്രൊഡ്യൂസർ ഇപ്പോൾ ഒരിക്കലും അത് വിൽക്കില്ല. നെക്സ്റ്റ് മന്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുള്ളൂ. അപ്പം കറണ്ട് സപ്ലൈ കുറയും, ഫ്യൂച്ചറിലായിരിക്കും സപ്ലൈ കൂടുക. അതേസമയം നിയർ ഫ്യൂച്ചറിലൊരു പ്രൈസ് ഫാളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, നിയർ ഫ്യൂച്ചറിൽ എന്താണ് ഫ്യൂച്ചറിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊക്കെ കുറയാനാണ് ചാൻസ് എന്ന് ഇയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസൻ്റ്ലി കൂടുതലായിട്ട് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എഗ്രിമെൻ്റ് എമംഗ് പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടി ചിലപ്പം എഗ്രിമെൻ്റ് എടുക്കും. ഈ മന്ത് ഇത്ര സെയിൽസ് നടത്തിയാൽ മതി, നെക്സ്റ്റ് മന്ത് നമുക്ക് കൂടുതലായിട്ട് സെയിൽസ് നടത്താം. അങ്ങനെയുള്ള അഗ്രിമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതും സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഫാക്ടറാണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ ഫാക്ടേഴ്സ് സപ്ലയർക്ക് കൺട്രോൾ ചെയ്യാനോ ആർക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സൊന്നുമല്ല. അത് ക്ലൈമറ്റ്, റെയിന്, ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ ഫാക്ടേഴ്സിനനുസരിച്ചിട്ടും സപ്ലൈയിൽ വ്യത്യാസം വരാം. അപ്പോൾ നാച്ചുറൽ ഫാക്ടേഴ്സും സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിനെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്നുകൂടെ പറയും. നെക്സ്റ്റ് ലോ ഓഫ് സപ്ലൈ ആണ്. മാർഷൽ സ്റ്റേറ്റഡ് ദ ലോ ഓഫ് സപ്ലൈ ആസ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് more is offered for sale at higher prices than at lower prices. ഡോക്ടർ ആൽഫ്രഡ് മാർഷലാണ് ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, പ്രൈസ് കൂടുതലായിരിക്കുന്ന സമയത്ത് കൂടുതൽ സെയിൽസ് നടത്തും, കുറവായിരിക്കുന്ന സമയത്ത് കുറച്ച് സെയിൽസ് ആയിരിക്കും നടക്കുക. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, അതാണ് ലോ ഓഫ് സപ്ലൈ പറയുന്നത്. ദെൻ ലോ ഓഫ് സപ്ലൈക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്, സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ അസംഷൻസ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ലോ ഓഫ് സപ്ലൈ ഇതുപോലെ വർക്ക് ആവുള്ളൂ. അതായത് പ്രൈസ് കൂടുമ്പം കൂടുതൽ സപ്ലൈ നടത്തും, പ്രൈസ് കുറയുമ്പം കുറച്ച് സപ്ലൈ നടക്കും എന്ന് പറയുന്ന ആ ഒരു ലോ നടക്കണമെങ്കിൽ ഈ അസംഷൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വാങ്ങുന്ന ആൾക്കാരുടെ ബയേഴ്സിൻ്റെ ഇൻകത്തിൽ, ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇൻകത്തിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് വൺ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ടെക്നോളജി. പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ലെവൽ ഓഫ് ടെക്നോളജിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ദെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയ ഗുഡ്സിൻ്റെ പ്രൈസസിലൊന്നും വ്യത്യാസം വരുന്നില്ല. ദെൻ the price of factors of production remains unchanged. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് അൺചേഞ്ച്ഡ് ആണ്, ചേഞ്ച് ആവുന്നില്ല, സെയിം തന്നെയായിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് വൺ ആണ്, പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്. ആ പ്രൊഡക്ഷൻ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ്. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും റിട്ടേൺസ് കിട്ടുക. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്ന അതേ പ്രൊപ്പോർഷനിൽ തന്നെ റിട്ടേണും കിട്ടും. അതിനെയാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊഡക്ഷൻ പ്രോസസ്സെല്ലാം അത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ അസംഷൻസിൻ്റെ ബേസിലാണ് ഈ ലോ ഓഫ് സപ്ലൈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ലോ ഓഫ് സപ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ എന്താണ് സപ്ലൈ ഷെഡ്യൂൾ? എ സപ്ലൈ ഷെഡ്യൂൾ ഈസ് എ ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് information relating to price and quantity supplied of a
കമ്മോഡിറ്റി, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി എത്രത്തോളം സെയിൽസ് നടത്തി, അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സെയിൽസിൽ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന് ഒരു ടാബ്ലർ പ്രസൻറ്റേഷൻ, ഒരു ടേബിളായിട്ട് കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ഒരു സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയും. It is a schedule of different quantities of a good which a producer or a seller is willing to supply at different price levels of that good. ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്, പ്രൈസ് പല പ്രൈസായിട്ട് മാറുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ അത് എത്രത്തോളം വിൽക്കാൻ വേണ്ടി വില്ലിങ് ആവുന്നുണ്ടെന്ന് ആണ് ഈ സപ്ലൈ ഷെഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് കാണിക്കുക. ഇനി സപ്ലൈ ഷെഡ്യൂൾ തന്നെ രണ്ട് തരത്തിലുണ്ട്, ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. എന്താണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ? An individual supply schedule is a list of various quantities of a commodity which are offered for sale by an individual supplier or a seller at different prices. ഒരു ഇൻഡിവിജ്വൽ സപ്ലയർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സെല്ലർ പ്രൊഡക്റ്റിൻ്റെ പല പ്രൈസ് ലെവൽസിൽ എത്രത്തോളം കമ്മോഡിറ്റികൾ വിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഷെഡ്യൂളിനെയാണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒരൊറ്റ ഇൻഡിവിജ്വലിൻ്റെ മാത്രം ഡാറ്റ കാണിക്കുന്നതായിരിക്കും. The market supply schedule shows how much quantity is supplied by all suppliers or sellers in the market at different price levels. വ്യത്യസ്തമായ പ്രൈസ് ലെവൽസുകൾ വരുമ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസിൽ ഒരു മാർക്കറ്റിലുള്ള എല്ലാ സെല്ലേഴ്സും കൂടെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റിയോ ആണ് സെയിൽസ് നടത്തിയിട്ടുള്ളത്, സപ്ലൈ നടത്തിയിട്ടുള്ളത് എന്ന് കാണിക്കുന്നതാണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. അതിൻ്റെ ഒരു സപ്ലൈ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അതിൽ നമുക്ക് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് 15, 20, 25 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ദെൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഇൻഡിവിജ്വൽ സെല്ലേഴ്സ് ആണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന 4 കോളം, ABCD. 4 ഇൻഡിവിജ്വൽ സെല്ലേഴ്സാണ്, അവർ സെയിൽസ് നടത്തിയത്. അവരുടെ ഇൻഡിവിജ്വൽ സെയിൽസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സപ്ലൈ ആണ് നെക്സ്റ്റ് 4 കോളത്തിൽ കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് കോളം ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഓൾ സെല്ലേഴ്സ്, മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളാണ്. ആ മാർക്കറ്റിലെ എല്ലാ സെല്ലേഴ്സും കൂടെ നടത്തിയ സെയിൽസിൻ്റെ ടോട്ടൽ. അപ്പം ഇൻഡിവിജ്വൽ സെല്ലേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ സപ്ലൈയുടെ ടോട്ടലായിരിക്കും ഈ മാർക്കറ്റ് സപ്ലൈയിൽ കാണുക. ഓക്കെ, നമുക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് നോക്കാം. പ്രൈസ് 15 ആകുമ്പോൾ എ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ സെല്ലറിൻ്റെ സെയിൽസ് 5 ആയിരുന്നു. ദെൻ പ്രൈസ് 15 നിന്ന് 20 ഇൻക്രീസ് ചെയ്തപ്പം സപ്ലൈ 5 നിന്ന് 6 ഇൻക്രീസ് ചെയ്തു. ദെൻ അഗെയിൻ പ്രൈസ് 20 നിന്ന് 25 ഇൻക്രീസ് ചെയ്തപ്പോൾ സപ്ലൈ 6 നിന്ന് 7 ആയി. ദെൻ 25 to 30 പ്രൈസ് മാറുമ്പോൾ സപ്ലൈ 7 നിന്ന് 8 ആയി അല്ലേ. പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് സപ്ലൈയും കൂടുന്നുണ്ട്. അതാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈയിൽ പറഞ്ഞിരിക്കുന്നത്. BCD അങ്ങനെ കുറേ ഇൻഡിവിജ്വൽ സപ്ലൈയേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വോളിയൂം ഓഫ് സെയിൽസ്, വോളിയൂം ഓഫ് സപ്ലൈയിൽ വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും ഈ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ സെയിൽസ് അല്ലെങ്കിൽ സപ്ലൈ കൂടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഈ 4 ഇൻഡിവിജ്വൽ സപ്ലയേഴ്സിൻ്റെയും ടോട്ടൽ സപ്ലൈ ആണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഈ ഷെഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സപ്ലൈ കേർവ് വരച്ച് നോക്കാവുന്നതാണ്. സപ്ലൈ കേർവ് എന്താണ്? സപ്ലൈ കേർവിൻ്റെ ഒരു മോഡലാണ്. സപ്ലൈ കേർവ് ഒരു അപ്വേർഡ് മൂവിങ് കേർവായിരിക്കും ഉണ്ടാവുക. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മുകളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും സപ്ലൈയുടെ കർവ് വരിക. ഓക്കെ, ഈ കേസിൽ നമുക്ക് കാണാം സപ്ലൈ എക്സ് ആക്സിസിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ പ്രൈസ് വൈ ആക്സിസിലാണ് കാണിച്ചിരിക്കുന്നത്. സോ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. സപ്ലൈ ഷെഡ്യൂളിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസ് സപ്ലൈ 25, 30, 35, 40 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പം പ്രൈസ് 15, 20, 25, 30 കൂടുമ്പോൾ സപ്ലൈയും അതുപോലെ തന്നെ കൂടുന്നുണ്ട്. ദെൻ അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകൾ ഓരോന്ന് യോജിപ്പിച്ചിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുമ്പോൾ അതിനെ നമ്മൾ സപ്ലൈ കർവ് എന്ന് പറയുന്നു. സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു അപ്വേർഡ് മൂവിങ് കർവാണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൂവ്മെൻറ്റ് ഓൺ ദ സപ്ലൈ കർവ്, അതുപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ്. സപ്ലൈ കർവിൽ വരുന്ന ചില ചേഞ്ചസ് ആണ്. ഓക്കെ, ആദ്യം എന്താണ് മൂവ്മെൻറ്റ് ഓൺ ദ സപ്ലൈ കർവ് എന്ന് നോക്കാം. When the quantity supplied changes due to change in price only, other factors remains constant, it is called movement along the supply curve. എന്താണ്? ക്വാണ്ടിറ്റി സപ്ലൈഡ് ചേഞ്ച് ആവുന്നു ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ്.
നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി സപ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഫാക്ടറാണ് പ്രൈസ്. അതുപോലെ പല പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പം പ്രൈസിൻ്റെ ചേഞ്ച് കൊണ്ട് മാത്രം ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ചേഞ്ച് വരികയാണ്. മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കുകയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. എങ്കിൽ അങ്ങനെ വരുന്ന ചേഞ്ചസിനെയാണ് മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്നുകൂടെ പറയും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ദെൻ ഈ മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് സപ്ലൈയും കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയും. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കൂടുകയാണല്ലോ, സപ്ലൈ എക്സ്പാൻഡ് ചെയ്യണം, എക്സ്പാൻഷൻ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത്. അതേസമയം പ്രൈസ് കുറയുമ്പം, ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുന്ന ആ സിറ്റുവേഷനെയാണ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ സപ്ലൈ കർവ് മുകളിലേക്ക് മൂവ് ചെയ്യും, അപ്വേർഡ് മൂവ്മെൻ്റ് ഉണ്ടാവും. ദെൻ കോൺട്രാക്ഷൻ ആണെങ്കിൽ സപ്ലൈ കർവ് ഡൗൺവേർഡ് മൂവ് ആവും. ഓക്കെ, അപ്പം മൂവ്മെൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, അപ്വേർഡ് മൂവ്മെൻറ്റും ഉണ്ട്, ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ട്. എക്സ്പാൻഷൻ ആണെങ്കിൽ അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും, കോൺട്രാക്ഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് ഗ്രാഫിക്കലി നോക്കാം. ഈ ഗ്രാഫിൽ നമുക്ക് കാണാം പി എന്നാണ് ഒറിജിനൽ പ്രൈസ്, ക്യൂ എന്നുള്ളതാണ് ഒറിജിനൽ ക്വാണ്ടിറ്റി. ഓക്കെ, എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്, വൈ ആക്സിസിൽ പ്രൈസ് ആണ്. അതിൽ പിയും P1 P2 എന്ന് പറയുന്ന പ്രൈസിൽ വരുന്ന ഓരോരോ ചേഞ്ചസ് ആണ്. Q1 Q2 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വരുന്ന ചേഞ്ചസും. സോ ഒറിജിനലി ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് P ആയിരുന്നു, അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് Q ആണ്. ദെൻ പിയിൽ നിന്ന് P1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പം ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യൂവിൽ നിന്ന് Q1ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പം വരുന്ന പോയിന്റ് കുറച്ചുകൂടെ മുകളിലേക്ക് ഒരു പോയിന്റ് ആയിരിക്കും കിട്ടുക. അന്നേരം നമ്മൾ സപ്ലൈ കർവ് എന്ത് ചെയ്യും, മുകളിലേക്ക് വരയ്ക്കും. സോ അതാണ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് സപ്ലൈ കർവ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് സിറ്റുവേഷനിൽ പ്രൈസ് പിയിൽ നിന്ന് P2ലേക്ക് കുറഞ്ഞു, അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യൂവിൽ നിന്ന് Q2ലേക്കും കുറഞ്ഞു. അപ്പോൾ വരുന്ന പോയിന്റ് കുറച്ചുകൂടെ താഴേക്കായിരിക്കും വരിക പോയിന്റ്. ദെൻ സപ്ലൈ കർവ് നമ്മൾ താഴേക്ക് വരയ്ക്കും. ഈ ഒരു സിറ്റുവേഷനാണ് കോൺട്രാക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. സപ്ലൈ കർവ് മൂവ്മെൻറ്റ് പോലെ തന്നെ വേറൊരു സിറ്റുവേഷനാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. The change in supply due to change in any of the factors other than price is called shift in supply curve. എന്താണ്, ക്വാണ്ടിറ്റി സപ്ലൈ ചേഞ്ച് ആവുന്നുണ്ട്, പ്രൈസ് ഒഴികെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസും ഉണ്ട്. പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മറ്റ് ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസും ഉണ്ട്. സപ്ലൈയിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അതിനെ ചേഞ്ച് ഇൻ സപ്ലൈ എന്നുകൂടെ പറയുന്ന മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ സപ്ലൈ. ഓക്കെ, ഈ ചേഞ്ച് ഇൻ സപ്ലൈ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഡിഗ്രീസ് ഇൻ സപ്ലൈ എന്നും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. ഓക്കെ, പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ, മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുകയാണെങ്കിൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അതിനെ ഡിഗ്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയും, അതേസമയം ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനെ ഇൻക്രീസ് ഇൻ സപ്ലൈ എന്നോട് പറയും. ഓക്കെ, നമുക്കിത് ഗ്രാഫിലൊന്ന് നോക്കാം. ഈ ഗ്രാഫിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഉണ്ട്, വൈ ആക്സിസിൽ പ്രൈസ് ഉണ്ട്. പ്രൈസിന് ഒരൊറ്റ പോയിന്റ് മാത്രമേ, പി എന്ന് പറഞ്ഞൊരു ഒറ്റ പോയിൻ്റേ കൊടുത്തുള്ളൂ. കാരണം എന്താണ്, പ്രൈസ് ചേഞ്ച് ആവുന്നില്ല, പ്രൈസ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷേ മറ്റ് ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് കൊണ്ട് സപ്ലൈയിൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ക്യൂ ആണ്. ദെൻ ക്യൂവിൽ നിന്ന് Q1ലേക്ക് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
എന്ത് ചെയ്യും, സപ്ലൈ കർവ്, ഒറിജിനൽ സപ്ലൈ കർവ് എസ് എന്ന് പറയുന്ന ഒരു സപ്ലൈ കർവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് S1 റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് നടക്കുമ്പം റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സപ്ലൈ കർവാണ് ഉണ്ടാവുക. അതേസമയം ക്വാണ്ടിറ്റി സപ്ലൈഡ് ക്യൂവിൽ നിന്ന് Q2 കുറഞ്ഞപ്പോൾ സപ്ലൈ കർവ് S2 എന്ന് പറഞ്ഞ ലെഫ്റ്റിൽ പുതിയൊരു സപ്ലൈ കർവ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മൂവ്മെൻറ്റിൻ്റെ കേസിൽ അതേ സപ്ലൈ കർവിൽ തന്നെയാണ് മൂവ്മെൻറ്റ്, മുകളിലേക്കും അപ്വേർഡും ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഷിഫ്റ്റിൻ്റെ കേസിൽ പുതിയ 2 സപ്ലൈ കർവുകൾ ലെഫ്റ്റിലും റൈറ്റിലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ന്യൂ സപ്ലൈ കർവ് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. ഇനി നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻസസ് നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ഓൺ സപ്ലൈ കർവ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്? സോ ഫസ്റ്റ് തന്നെ മൂവ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ചേഞ്ചസ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്താണ്, എന്തുകൊണ്ടാണ് സപ്ലൈയിൽ ചേഞ്ച് വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് പറയാം. മൂവ്മെൻറ്റ് ഒക്കർ ചെയ്യാനുള്ള കാരണം പ്രൈസിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. എന്നാൽ ഷിഫ്റ്റ് ഒക്കർ ചെയ്യാനുള്ള കാരണം പ്രൈസ് ഒഴികെ മറ്റു ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസ് കൊണ്ട് ക്വാണ്ടിറ്റി സപ്ലൈയിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവ് നടക്കുക. നെക്സ്റ്റ് ഡിഫറൻസ്, മൂവ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. മൂവ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഷിഫ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ സപ്ലൈ. ഓക്കെ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈയുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണുള്ളത്. ഷിഫ്റ്റ് ആണെങ്കിൽ ഇൻക്രീസും ഡിക്രീസും ആണുള്ളത്. നെക്സ്റ്റ് ഡിഫറൻസ്, മൂവ്മെൻറ്റ് മേ ബി അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. മൂവ്മെൻറ്റ് ഓഫ് സപ്ലൈ കർവ് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണ് ഉണ്ടാവുക. ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ഓർ ലെഫ്റ്റ് വേർഡ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ റൈറ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. നെക്സ്റ്റ്, മൂവ്മെൻറ്റ് ഈസ് ഓൾവേസ് അലോങ് ദ സെയിം സപ്ലൈ കർവ്. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പുതിയൊരു സപ്ലൈ കർവ് ഒന്നും നമ്മൾ വരയ്ക്കേണ്ടി വരുന്നില്ല, അതേ സപ്ലൈ കർവിൽ തന്നെ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കുക. എന്നാൽ ഷിഫ്റ്റിൻ്റെ കേസിൽ പുതിയ സപ്ലൈ കർവ് വരയ്ക്കേണ്ട സിറ്റുവേഷനാണ് ഉണ്ടാവുക. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് പുതിയ സപ്ലൈ കർവ് വരയ്ക്കും. നെക്സ്റ്റ് ഏരിയ പ്രൈസ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയും. പ്രൈസ് മെക്കാനിസം റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷൻ ബൈ ദ ഇൻട്രാക്ഷൻ ഓഫ് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈസ് മെക്കാനിസത്തിൽ 3 കോമ്പണൻസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഒന്ന് ഡിമാൻഡ്, പിന്നൊന്ന് സപ്ലൈ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ്. എന്താണ് ഈ ഡിമാൻഡ്, എന്താണ് സപ്ലൈ എന്നെല്ലാം നമുക്കറിയാം. ഇനി എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം നോക്കാം. ദ വേർഡ് ഇക്വിലിബ്രിയം ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം 2 ലാറ്റിൻ വേർഡ്സ്, നെയിംലി അക്വിസ് ആൻഡ് ലിബ്ര. അക്വിസ് ആൻഡ് ലിബ്ര അഥവാ 2 ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഈക്വൽ ബാലൻസ് എന്നാണ്. ആക്യൂസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ, ലിബ്ര എന്ന് പറഞ്ഞാൽ ബാലൻസ്. അപ്പം ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഈക്വൽ ബാലൻസ് എന്നൊരു മീനിങ് ആണ് വരിക. ഓക്കെ, സോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അപ്പം ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഈക്വൽ ബാലൻസ്, അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ് ഈച്ച് അതർ ആൻഡ് ആസ് എ റിസൾട്ട് പ്രൈസസ് ബിക്കം സ്റ്റേബിൾ. മാർക്കറ്റ് ഡിമാൻഡും സപ്ലൈയും ബാലൻസ് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും പ്രൈസ് ചേഞ്ച് ചെയ്യാം, ഡിമാൻഡിൽ വ്യത്യാസം വരാം. അപ്പോൾ എങ്ങനെയാണ് വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക? ഇഫ് ദ പ്രൈസ് റൈസസ് ടു ഹൈ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പം സപ്ലൈയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കൂടുമ്പം കൂടുതലായിട്ട് സപ്ലൈ ചെയ്യും. സെല്ലേഴ്സ് എന്താണ് കൂടുതൽ സെയിൽസ് നടത്താൻ വേണ്ടി ഫോഴ്സ്, അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അല്ലേ, പ്രൈസ് കൂടുതലാണ് കൂടുതൽ വിറ്റേക്കാമെന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷേ ബയ്യേഴ്സിൻ്റെ കേസിലോ അവർ പ്രൈസ് കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ പറയുക കൂടുതൽ വാങ്ങില്ല. ഓക്കെ, ദേ ബൈ ലെസ്. അവരുടെ ഡിമാൻഡ് അപ്പോൾ കുറവായിരിക്കും. ബയ്യേഴ്സിൻ്റെ കേസ് നോക്കുമ്പോൾ ഡിമാൻഡ് കുറവായിരിക്കും, പക്ഷേ സെല്ലേഴ്സ് കൂടുതൽ സെയിൽ നടത്താൻ വേണ്ടി ശ്രമിക്കും. സോ ആസ് എ റിസൾട്ട് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് ഗ്രാജുവലി ദ പ്രൈസ് ഓൾസോ ഡിക്രീസസ്. ആൾക്കാർ വാങ്ങാനില്ലെങ്കിൽ പതിയെ പ്രൈസും കുറയും. അങ്ങനെ വീണ്ടും അത് ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് എത്തുമെന്നാണ് ഈ മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം പറയുന്നത്. ഓക്കെ, ഇത് ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
പ്രൈസും ക്വാണ്ടിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് താഴേക്ക് പോകുന്ന കർവാണ് ഡിമാൻഡ് കർവ് DD. അതുപോലെ തന്നെ SS എന്ന അപ്വേർഡ് മൂവ്മെൻറ്റിലുള്ള സപ്ലൈ കർവാണ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതിന് നമ്മൾ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആ പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ്. ദെൻ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് പ്രൈസിലേക്ക് ഡയറക്റ്റ് പോകുമ്പോൾ കിട്ടുന്ന പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും, ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചാൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എത്തുമ്പോൾ അതിനെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയും. ഓക്കെ, സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഏരിയ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ബാലൻസ് എന്നൊക്കെയാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏരിയയാണ് ന്യൂ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇക്വിലിബ്രിയം പഠിച്ചല്ലോ. അപ്പം ഇക്വിലിബ്രിയം ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡിമാൻഡിലും സപ്ലൈയിലും വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഇക്വിലിബ്രിയത്തിലും വ്യത്യാസം വരും. ഓക്കെ, അത് പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ഡിമാൻഡിൽ മാത്രം വ്യത്യാസം വരാം, സപ്ലൈയിൽ മാത്രം വ്യത്യാസം വരാം. ഓക്കെ, അപ്പം ആ ഒരു 3-4 സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് സപ്ലൈ റിമെയിൻസ് സെയിം. ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ സെയിം ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ ഡയഗ്രാം ഒന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓൾറെഡി ഉണ്ടായിരുന്നത് SS എന്ന് പറഞ്ഞ സപ്ലൈ കർവ്, DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. അത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിരുന്നു. അതിന് നേരെയുള്ളത് P എന്ന് പറഞ്ഞ P ഇക്വിലിബ്രിയം പ്രൈസ്, Q ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ദെൻ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂടി സപ്ലൈയിൽ വ്യത്യാസമൊന്നും വന്നില്ല. ഡിമാൻഡ് കൂടി സപ്ലൈയിലൊന്നും വ്യത്യാസമൊന്നും വന്നില്ല. അപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, D1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പം സപ്ലൈയിൽ വ്യത്യാസം വരുന്നില്ല, അതുകൊണ്ട് സപ്ലൈ കർവ് സെയിം തന്നെയാണ്. അപ്പോൾ പുതിയ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് നമുക്ക് കിട്ടും, E1 എന്ന് പറഞ്ഞൊരു ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടും. ദെൻ E1ന് നേരെ വരയ്ക്കുമ്പോൾ നമുക്ക് P1 എന്ന പ്രൈസും കിട്ടും. സോ സപ്ലൈയിൽ ചേഞ്ച് വരാതെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസും കൂടും. ഓക്കെ, പിയിലുണ്ടായിരുന്ന പ്രൈസ് എന്ത് ചെയ്തു? P1ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സപ്ലൈയിൽ ചേഞ്ച് വരാതെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസും ഇൻക്രീസ് ആവും. നെക്സ്റ്റ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡിമാൻഡ് ഡിക്രീസസ് സപ്ലൈ ഡസ് നോട്ട് ചേഞ്ച്. നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ഡിമാൻഡ് കുറയുന്നു, സപ്ലൈയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഡിമാൻഡ് കർവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, സപ്ലൈ സെയിം തന്നെ. ഈ ഡയഗ്രം നോക്കിയേ. ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് DD ആണ്, സപ്ലൈ കർവ് SS. ദെൻ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ പുതിയ ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടി D2. ദെൻ D2യും SS എന്ന് പറഞ്ഞ സപ്ലൈ കർവും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E2 എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പോയിൻ്റ്. ഓക്കെ, അത് പുതിയ ഇക്വിലിബ്രിയമാണ്. ആദ്യത്തെ ഇക്വിലിബ്രിയം ഉണ്ട്, പുതിയ ഇക്വിലിബ്രിയം E2. ഡയറക്റ്റ് നമ്മൾ പ്രൈസിലേക്ക് വരയ്ക്കുമ്പോൾ P2 എന്ന പ്രൈസും കിട്ടും. E2ൽ നിന്ന് നേരെ താഴേക്ക് ക്വാണ്ടിറ്റിയിലേക്ക് വരയ്ക്കുമ്പോൾ Q2 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സപ്ലൈയിൽ ചേഞ്ച് വരാതെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ പ്രൈസും കുറയും. പ്രൈസ് Pയിൽ നിന്ന് P2ലേക്ക് കുറയും. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഇഫ് ദ സപ്ലൈ ഇൻക്രീസസ് ഡിമാൻഡ് ഡസ് നോട്ട് ചേഞ്ച്. സപ്ലൈ കൂടുന്നു, ഡിമാൻഡിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഓക്കെ, ഈ ഡയഗ്രം നോക്കുക. ഡിമാൻഡ് കർവ് DD, സപ്ലൈ കർവ് SS, രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇക്വിലിബ്രിയം പോയിൻ്റ്. അതിന് നേരെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, S1 എന്ന് പറഞ്ഞ പുതിയൊരു സപ്ലൈ കർവ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിമാൻഡ് കർവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് E1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടും. അതിന് ഡയറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ പ്രൈസ് P1, ക്വാണ്ടിറ്റി Q1. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ആയി, പക്ഷേ പ്രൈസ് എന്ത് സംഭവിച്ചു? കുറഞ്ഞു. ഡിമാൻഡിൽ വ്യത്യാസം വരാതെ സപ്ലൈ മാത്രം ഇൻക്രീസ് ചെയ്യുമ്പം പ്രൈസ് കുറയും, Pയിൽ നിന്ന് P1ലേക്ക് കുറഞ്ഞു. ഇനി നാലാമത്തെ സിറ്റുവേഷനാണ് ഇഫ് സപ്ലൈ ഡിക്രീസസ് ഡിമാൻഡ് റിമെയിൻസ് സെയിം. സപ്ലൈ കുറയുകയാണ്, ഡിമാൻഡ് സെയിം തന്നെ. എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്.
ഓക്കെ, ഇവിടെ ഡി എന്ന് പറഞ്ഞ ഡിമാൻഡ് കർവ് ഉണ്ട്, എസ് എന്ന് പറഞ്ഞുള്ള സപ്ലൈ കർവ് ഉണ്ട്. രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇക്വിലിബ്രിയം പോയിന്റ് നേരെ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും ഉണ്ട്. ദെൻ സപ്ലൈ കുറയുക എന്ന് പറയുമ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഡിമാൻഡ് കർവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് E2 എന്ന് പറഞ്ഞ പോയിന്റിൽ പുതിയ ഇക്വിലിബ്രിയം കിട്ടും. E2 എന്ന പോയിന്റിലെ പുതിയ ഇക്വിലിബ്രിയത്തിന് ഡയറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് P2ഉം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി Q2 ആണ്. ഓക്കെ, ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറഞ്ഞു, Qയിൽ നിന്ന് Q2ലേക്ക് കുറഞ്ഞു. പക്ഷേ അന്നേരം എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടി. പ്രൈസ് Pയിൽ നിന്ന് P2ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഡിമാൻഡിൽ വ്യത്യാസം വരാതെ സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഡിമാൻഡിൽ വ്യത്യാസം വരാതെ സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഒരു 4 സിറ്റുവേഷൻസ്. ഇനി ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇഫ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസസ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ്, ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ ഒരേ പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദി ഇക്വിലിബ്രിയം പ്രൈസ് വിൽ റിമെയിൻസ് സെയിം. ഇക്വിലിബ്രിയം പ്രൈസിനോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വ്യത്യാസം വരും. കാരണം എന്താണ്? ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, സപ്ലൈയും ഡിമാൻഡും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒരേ ലെവലിൽ. പക്ഷേ ഇക്വിലിബ്രിയം പ്രൈസ് സെയിം തന്നെയായിരിക്കും, അതിൽ വ്യത്യാസമൊന്നും വരില്ല. അതേപോലെ അനദർ സിറ്റുവേഷൻ, ഇഫ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിഗ്രീസ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ്, ഒരുപോലെ ഡിമാൻഡും സപ്ലൈയും ഡിഗ്രീസ് ചെയ്താലും then also the equilibrium price remains same. ആ ഒരു സിറ്റുവേഷനിലും ഇക്വിലിബ്രിയം പ്രൈസിൽ വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ ക്വാണ്ടിറ്റി കുറയും. ക്വാണ്ടിറ്റി കുറയുന്നതായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഒരേ രീതിയിൽ ഒരേ പ്രൊപ്പോർഷനിൽ കുറയുകയാണെങ്കിലും കൂടുകയാണെങ്കിലും ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചേഞ്ചസ് വരുള്ളൂ, പ്രൈസിൽ ഒരു വ്യത്യാസവും വരില്ല. പ്രൈസ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇതാണ് ന്യൂ ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ള. ന്യൂ ഇക്വിലിബ്രിയം നമുക്കൊരു 4, 5, 6 സിറ്റുവേഷനായിട്ട് പഠിക്കാനുണ്ട്. 6 സിറ്റുവേഷനിൽ 4 എണ്ണമെങ്കിലും ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സപ്ലൈനെ കുറിച്ചിട്ട്, ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം, അതുപോലെ തന്നെ പ്രൈസ് മെക്കാനിസം, ഇക്വിലിബ്രിയം എന്താണ്, ന്യൂ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ബിസിനസ്, എക്കണോമിക്സ്, മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും കാണുക. ഓക്കെ, താങ്ക് യു.